ഉയിരെ. രചന ബിനുഷ മുജി. അവതരണം സാലിം കരുളായി. ഓ എന്തോനാ ഇത്? അങ്ങോട്ട് മാറി നിൽക്കൂ കൊച്ചെ. മൂന്നാളുടെ സ്ഥലം വേണല്ലോ ഇതിനൊക്കെ കയറി നിൽക്കാൻ. ഇതൊക്കെ എവിടുന്ന് വരുന്നടാ? പിന്നിൽ നിന്നും ഏതൊരു അമ്മച്ചി കൈകൊണ്ട് അവളെ തള്ളി മാറ്റിയപ്പോഴാണ് അവൾ അവളിൽ നിന്ന് ഉണർന്നത്. സ്വബോധം തിരിച്ചു കിട്ടിയ പോലെ മെല്ലെ കണ്ണ് ചിമ്മി അന്നെ പിന്നിലേക്ക് നോക്കി. എന്തോന്നാ കൊച്ചെ, എന്നെ മേതോട്ടങ്ങാനും വീഴണം, അങ്ങോട്ട് മാറി നിൽക്ക്. അവളുടെ പറച്ചിൽ കൂടി ആയപ്പോ അന്നൊക്കെ എന്തോ പോലെ ചുറ്റും നോക്കി നിൽക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി നോവിൽ അവളൊന്ന് ചിരിച്ചു കാട്ടി പതിയെ സീറ്റിന്റെ ഒരു ഓരം പറ്റി നിന്നു. ഉള്ളം കയ്യിൽ ഇപ്പോഴുമുണ്ട് അവന്റെ ചൂട്. ആള് വന്ന് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യം തീരുമാനായനെ. ഓ, അവൾ പിടപ്പോടെ നെഞ്ചിലേക്ക് കൈ ചേർത്തു. എന്നാൽ ആരായിരിക്കും? ഒരു പിടുത്തോലല്ലോ. എന്തായാലും നല്ല കണ്ണുകളാ, എന്റെ പപ്പനെ പോലെ. അതേ വെള്ളിക്കണ്ണ്, അല്ലെങ്കിൽ ഈ വൈരക്കണ്ണുള്ളതൊക്കെ കാണാൻ പ്രത്യേക ഭംഗിയാ. ഇതിന്റെ തന്തയും തള്ളിയും കാണാൻ എന്നാ ചേലായിരുന്നു. എന്നിട്ട് ഇവളെന്തേ കത്രീന ഇങ്ങനെ കോണം കെട്ടുപോയത്? ഭരണിക്കുടം പോലെ ആകെ ഉരുണ്ടൊരു രൂപം. ഏതൊരു അമ്മച്ചി കല്യാണത്തിന് പോയപ്പോ കളിയാക്കി പറഞ്ഞതാണ് മനസ്സിലേക്ക് നിമിഷം ഓടി വന്നത്. വീപ്പക്കുറ്റി ഉണ്ടെ എങ്ങോട്ട് പോകാം? നീ ഇവിടെ ഇരിക്കണ്ട. നീ ഞങ്ങളുടെ ബെഞ്ചിലിരുന്നാ ഞങ്ങൾക്ക് ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല. ഇവിടെ കളിക്ക് കൂട്ടണ്ടടി. ഇവൾക്ക് ഓടാൻ പറ്റത്തില്ല. വേറെ നമ്മളെ തീം തോറ്റു പോകത്തേ ഉള്ളൂ. വീപ്പക്കുറ്റി, വീപ്പക്കുറ്റി, വീപ്പക്കുറ്റി. നെഞ്ചിനുള്ളിൽ കിടന്ന ഓർമ്മകൾ മുറവിളി കൂട്ടുന്നു. ആരുടെയൊക്കെയോ ശബ്ദങ്ങൾ തെളിമയോടെ കാതിൽ മുഴങ്ങുന്നുണ്ട്. സ്കൂളിൽ പിള്ളേർ വിളിച്ചിരുന്ന പേരാ വീപ്പക്കുറ്റിന്ന്. വല്ലാതെ നോവും അവരെങ്ങനെ വിളിക്കുമ്പോ. എന്നാലും ചിരിച്ചങ്ങ് നിൽക്കും. ഇനി ഞാൻ മറുപടി പറഞ്ഞാ എന്നെ കൂടെ കൂട്ടിയില്ലെങ്കിൽ ഒന്നിനും പേടിയാ. വേറൊന്നിനും കൂട്ടിയില്ലെങ്കിലും കളിയാക്കാനെങ്കിലും അവരെന്നെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോഴെങ്കിലും എന്നെ ഒറ്റപ്പെടുത്താണ്ടിരിക്കുമല്ലോ. കുഞ്ഞണ്ണിയുടെ ചിന്തകൾ മനസ്സിലേക്ക് ഓടി വന്നതും ഒരു ഇരുമ്പലോടെ ബസ് മുന്നിലേക്ക് ആഞ്ഞു നിന്നു. അവൾ വിൻഡോയിലൂടെ പതിയെ തലയിട്ട് നോക്കി. യൂണിവേഴ്സിറ്റി കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ്. ആരെങ്കിലും ഉണ്ടിറങ്ങാൻ? കണ്ടക്ടർ ചേട്ടൻ ഉറക്കം വിളിക്കുന്നുണ്ട്. അന്ന തിരക്കിനിടയിലൂടെ പതിയെ പുറത്തേക്ക് ഇറങ്ങി. മുന്നിൽ നവാഗർക്ക് സ്വാഗതം എന്ന ചുവന്ന തുണിയിൽ എഴുതി വെച്ച ഫ്ലക്സ് മുകളിൽ തൂങ്ങിയായിരുന്നു. അവിടേക്ക് അന്ന മിഴിയെടുത്ത് നോക്കി നിന്നു. ക്രിസ്മസ് കരോളിലെ ഡ്രമ്മ് കൊട്ടി മുഴങ്ങുന്ന പോലെ നെഞ്ചു കിടന്ന് മിടിക്കുകയാണ്. 1 മുതൽ +2 വരെ ഒരു സ്കൂളിലാണ് പഠിച്ചത്. എല്ലാവരും അത്രയും അറിയാവുന്ന കൂട്ടുകാർ. എന്നിട്ട് പോലും കളിയാക്കലുകൾ കേട്ട് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. ഞാനും ഒരു മനുഷ്യജീവിയല്ലേ? ആ ഒരു പരിഗണന പോലും മാനും. ഇതിപ്പോ പുതിയ സ്ഥലമാണ്, ഒരു പരിചയമില്ലാത്ത കുറെ മനുഷ്യര്. കർത്താവെ, അന്നേ കരയിക്കല്ലേ. കണ്ണീരിനെ പിടിച്ചത് മനസ്സിന് ഉറപ്പ് തന്നേക്കണേ. അവൾ ശ്വാസം നൂതിപെട്ട് കണ്ണുകൾ ഇറുക്കി അടച്ചു തുറന്നു. പതിയെ ഗേറ്റും കണ്ട് ഉള്ളിലേക്ക് കടന്നു. കുട്ടികൾ വരുന്നതേ ഉള്ളൂ. അവൾ ഇടം കണ്ട് ചുറ്റും പറഞ്ഞു. ഇല്ല, തന്നെ പോലെ ഇത്രയും തടിയുള്ള ആരുമില്ല. അന്ന തോളിൽ കിടന്ന ബാഗിനെ എടുത്ത് മാറോട് ചേർത്തൊന്ന് കൂന്നി നടന്നു. ഇങ്ങനെ ചെയ്താൽ തടി വലുതായി കാണിക്കില്ലെന്ന് ആരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയും ആരുടെയും കണ്ണിൽ പെടാണ്ട് പോവാലോ. അവിടെ എവിടെയായി കൂട്ടത്തോടെ കുറെ കുട്ടികൾ നിൽപ്പുണ്ട്. സീനിയേഴ്സ് ആകും. ഈശോയെ, എന്നെ അവര് ശ്രദ്ധിക്കല്ലേ. കാണാണ്ട് പോണേ. കണ്ടു കണ്ടെന്നെ കളിയൊക്കെ കൊല്ലത്തേ ഉള്ളു കർത്താവേ. ഏയ് ഗുണ്ടുമുളകെ പോയി. കൂട്ടത്തിൽ നിന്നൊരു ആൺകുട്ടി കൂകി വിളിക്കുന്നുണ്ട്. അശോ, കണ്ടു. അന്നൊന്ന് ഉറച്ചു നിന്ന് പോയി. തിരിഞ്ഞു നോക്കിയില്ല. ഇവൾക്കെന്താ ചെവി കേൾക്കില്ലടോ? അന്ന മെല്ലെ തിരിഞ്ഞു. ഭയം കണ്ണിൽ പുകഞ്ഞു വരുന്നുണ്ട്. ബാഗിനെ മാറോട് ചേർത്ത് കണ്ണുകൾ കൊണ്ട് ചുറ്റും പതരസിയോട് നോക്കി. ഇങ്ങ് വന്നേ. ഞാനോ? ആ, താൻ തന്നെ. ഇങ്ങ് വാ. അവൾ അടിവെച്ച് പതിയെ നടക്കുന്നത് കണ്ടപ്പോഴേ അവളുടെ ഇടയിൽ ചിരി വരുന്നുണ്ട്. ഇതെന്തോന്നാ, ആനക്കുട്ടിയോ? ഏയ്, ആനക്കുട്ടി കളിയാ. നോക്കി, അതിന് തുമ്പിക്കയില്ല. കൂടി നിന്നവർ ഒന്നോടെ ചിരിക്കുകയാണ്. അന്നയുടെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി. കർത്താവെ, എന്റെ കണ്ണിനെ പുറത്ത് കാട്ടല്ലേ. വിടുമ്പൽ തോന്നിയതും അവൾ എല്ലാവരിൽ നിന്നും മുഖം മുറിഞ്ഞു നിന്നു. എന്താണോ തന്റെ പേര്? ചോദ്യം ഒരു പെൺകുട്ടിയുടേതാണ്. 4 ആൺകുട്ടികളുടെ നിന്നും ആകെയുള്ള ഒരു പെൺശബ്ദം. അന്ന കണ്ടിട്ടൊന്ന് നോക്കി. ബ്ലാക്ക് ടൈറ്റിൽ ജീൻസും ഇറക്കം കുറഞ്ഞ വൈറ്റ് ടോപ്പും മേലെ മാച്ചായിട്ട് ഒരു ഓവർ കോട്ടും ഉണ്ട്. നല്ല വെളുത്ത് പിരിഞ്ഞ സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്. മുഖമാകെ നിറഞ്ഞ മേക്കപ്പിനോടൊപ്പം ഷാമ്പൂ ചെയ്ത് പാറിട്ടിരിക്കുന്ന തോളറ്റം വരുന്ന തലമുടി. നിന്നോട് ചോദിച്ചേ കേട്ടില്ലേ എന്താ പേരെന്ന്? ആൻമരിയ. ഒരു വിക്കലോട് അവൾ മറുപടി നൽകി. എന്ത് ആനമറിയോ? കൂട്ടത്തിലെ ഒരുത്തിന് ഉറക്കെ പറഞ്ഞപ്പോഴേക്ക് വീണ്ടും കൂട്ടച്ചിരിയായി. അന്നക്ക് ഭൂമി പിളന്നൊന്ന് താഴേക്ക് പോയാ മതി എന്നായി. അത്രമേൽ നീറുന്നുണ്ട് പരിഹാസത്തിന്റെ ചുട്ടുപൊള്ളിക്കുന്ന നീറ്റൻ. ആ, നിർത്ത്. ആ പെൺകുട്ടി എല്ലാവരോടും നിർത്താനായി ആംഗ്യം കാട്ടി. എന്നിട്ട് അവൾക്ക് നേരെ വിരൽ ചൂണ്ടി. നീ ഇന്നു മുതൽ ആൻമരിയല്ല, ആനമരിയ. എന്താ? മരിയ. ചോദ്യം പോലെ അവൾക്ക് നേരെ വിരൽ നീട്ടുമ്പോ പതറിപ്പോയിരുന്നവൾ. ഇവിടെയും പുതിയ പേര്. പാവത്തിന്റെ ശബ്ദം പുറത്തു വരുന്നുണ്ടായിരുന്നില്ല. ഏങ്ങലിൽ ആ നാദം പോലും മങ്ങി നിന്നു. ഇനി ഈ കോളേജിൽ എല്ലാവരും അങ്ങനെ നിന്നെ വിളിക്കൂ, കേട്ടല്ലോ. ഇനി അങ്ങനെ വിളിച്ചതിന്റെ പേരിൽ ആരുടെയും നീ ദേഷ്യപ്പെടുകയും കംപ്ലൈന്റ് ചെയ്തു എന്ന് ഞങ്ങൾ അറിഞ്ഞാം. അന്ന മരവിപ്പോടെ പതിയെ തലാട്ടി.
ഇതെന്തോന്ന് വേഷാടോ? നാടകത്തിലെ കഥന്നുണി ബാക്കി വന്ന് തീർത്ത് തയ്ച്ചതാണോ? അന്ന വേദന നിറച്ച് അവളെ ഒന്ന് നോക്കി. ആ, നാളെ ഇവിടെ ജൂനിയേഴ്സിന് വേണ്ടിയുള്ള കോളേജ് ഫംഗ്ഷനാ. ഈ ബോറും വേഷമൊക്കെ കളഞ്ഞ് നല്ല ചെല്ലി റെഡ് ഡ്രസ് ഇട്ടോണ്ട് വേണം വരാൻ. കേട്ടല്ലോ? അയ്യോ ചേച്ചി, എനിക്ക് റെഡ് കളർ. നീ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി, ഇങ്ങോട്ടൊന്നും പറയണ്ട. കർത്താവേ, ഇനി ചുവന്ന ഡ്രസ്സിന് ഞാൻ എവിടെ പോകും? ഉള്ളതാണെ കുറച്ച് നിറം ഭംഗിയ ചുരിദാറും ടോപ്പ. ഡ്രസ്സ് വാങ്ങണമെന്ന് പറഞ്ഞ ഈ ചായക്ക് കൊല്ലത്തേ ഉള്ളൂ. നിനക്ക് പാടാൻ അറിയോ? ആ പെൺകുട്ടി ഒറ്റക്കൈ എലിലേക്ക് കൈവച്ച് ചോദിച്ചു. എന്താ ചേച്ചി? അന്നെ പകപ്പോടെ നോക്കി. നോക്കണ്ട, റാഗിങ് തന്നെയാ. പിന്നെ എന്ത് കരുതി? നീയൊക്കെ വരുന്ന നോക്കി ഞങ്ങളൊക്കെ ഇവിടെ നിൽക്കുന്നത് വിളക്ക് കൊടുത്ത് നിങ്ങളൊക്കെ സ്വീകരിക്കാനാണോ? പറയടി, പാടാൻ അറിയോന്ന്? ഇല്ല. ആടാനറിയോ? ഒരുത്തൻ പരിഹാസത്തോട് അലക്ഷ്യമായി ചോദിച്ചു. ഇല്ല ചേട്ടാ. പിന്നെ നിനക്ക് എന്തറിയും? അന്നക്ക് മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. നെഞ്ചിരിപ്പോടെ നെറ്റിയിൽ ഊർന്നു വീഴുന്ന വിയർപ്പ് തുള്ളികൾ ഒപ്പിക്കൊണ്ട് ഭയത്തോടെ അവൾ നിന്നു. നിക്ക്. ആ പെൺകുട്ടി തടസ്സം പോലെ കൈ നീട്ടി. ചുറ്റുമുള്ളവർ നിശബ്ദമായതും വല്ലാത്തൊരു വൈരാഗ്യത്തോടെ അവൾ അന്നയെ നോക്കി. നിനക്ക് ചാടാൻ അറിയോ? നെഞ്ചൊന്ന് ആളിപ്പോയി അന്നയുടെ. എന്താ എന്റെ മോൾക്ക് മനസ്സിലായില്ലേ? ചാടാൻ അറിയോന്ന്? ഭയത്താൽ നിന്ന് വിറച്ച അന്ന അവളുടെ മുഖത്തേക്ക് നോക്കുമ്പോ ആ മിഴികളിൽ പുച്ഛമാതെന്ന് എഴിച്ചു നിൽക്കുന്നു. എന്താ പറയാ, നീ ഇവിടെ ഒന്ന് തോൽപ്പിക്കണോ കർത്താവേ? അവളുള്ളിൽ നോമ്പോടെ ഒരു വിട്ടു. എന്താടി, നിനക്ക് ചാടാനോ അറിയില്ലേ? യോ വേണ്ട ചേച്ചി, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാനൊരു പാവ. അന്നയുടെ മിഴികൾ നിറഞ്ഞൊഴുകി. കണ്ണീരോടെ അവൾ കൈകൂപ്പി കേടുപോയി. എല്ലാരും പാവാണ് മോളെ. ഈ റാഗിങ് എന്നൊക്കെ പറയുന്നത് കോളേജ് ലൈഫിന്റെ ഒരു ഭാഗമല്ലേ? നിന്നെ ഞങ്ങൾ ഉപദേശിച്ചൊന്നുമില്ലല്ലോ. ഇതൊക്കെ വെറും നിസ്സാരല്ലേ? നീ ഒരു 10 തവണ ചാടിയിട്ട് ക്ലാസ്സിൽ പോക്കോ. എങ്ങനെ ഞാൻ ചാടിക്കഴിഞ്ഞ ദേഹം മുഴുവൻ കുലുങ്ങും, വയറും മാറും എല്ലാം. എല്ലാവർക്കും നോക്കി ചിരിക്കാൻ ഒരു കാരണമാവോലോ. ഹൃദയം വല്ലാതെ മുറുകുന്നുണ്ട്. വിഴി പിടിച്ചവൾ ചുറ്റൊന്ന് കണ്ണോടിച്ചു. ആരെങ്കിലും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ചിലർ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. നിന്നോട് ചാടാനാ പറഞ്ഞേ. ഇനി ചാടാൻ പറ്റിയില്ലെങ്കിൽ പറഞ്ഞാ മതി, 4 കാലിൽ ഓടിക്കാം. എന്താ അത് മതിയോ? വേണ്ട ചേച്ചി. ആ, എന്നാ പൊന്നുപൊളി ചാട്. അന്ന നിറഞ്ഞു തുടങ്ങിയ മിഴികൾ കുറുകിയടച്ചു. കൺപീലികൾ കടഞ്ഞെടുത്ത് നീർക്കണങ്ങൾ കവിളിലൂടെ ഒഴുകി. മാറിലെ നേർത്ത് ദുപ്പട്ടയെ അമർത്തി പിടിച്ച് എല്ലാ അപമാനങ്ങളും ഏറ്റുവാങ്ങി ആ കാലുകൾ വായുവിലേക്ക് ഉയർന്നു പൊങ്ങി. ഒന്നേ, കൂട്ടത്തോടവർ പറഞ്ഞു. എല്ലാവരും ചിരിച്ചു തുടങ്ങി. ആ പെൺകുട്ടി കയ്യിലെ മൊബൈൽ എടുത്ത് അവൾക്ക് നേരെ പിടിച്ചു. ആ, അങ്ങനെ തന്നെ ചാട് മോളെ, ചാട്. അന്ന പൊട്ടിക്കരഞ്ഞു പോയി. കൈവെല്ലുകൾ മിഴിക്കോളിനെ അമർത്തി തുറച്ച് 2ാം തവണയും ചാടി. ആ, 2. സർവ്വനിയന്ത്രണവും വിട്ട് എങ്കിലൂടെ 3ാം തവണ ചാടാൻ തുനിഞ്ഞതും ദയ്യാ. കാതുകൾ കൊട്ടിയിറക്കുമാർ ആ ശബ്ദം കേട്ടാണ് അന്ന പെട്ടെന്ന് തിരിഞ്ഞു നോക്കിയത്. മുന്നിലായി കലിയോടൊരു പുരുഷരൂപം അങ്ങനെ നിൽക്കുന്നു. ഇരുനിറം, പരന്ന വട്ടമുഖവും കുഞ്ഞി കവിൾത്തടങ്ങളിൽ പടർന്നു കിടക്കുന്ന താടിരോമങ്ങളും. ഭംഗിയായി വെട്ടിയൊതുക്കിയ മുടിയിഴകളിൽ നിന്നും 2 ചുരുൾമുടികൾ ഊർന്ന് നെറ്റിത്തടത്തിൽ വീണ് കിടക്കുന്നു. ദേഷ്യം കൊണ്ട് ചുവന്ന് കലങ്ങി വിടർന്നു നിൽക്കുന്ന 2 മിഴികൾ. ശ്രീ. അവന്റെ ആ വിളി കേട്ട് പേടിയോട് അറിയാതെ പെൺകുട്ടി പറഞ്ഞുപോയി. അന്നക്ക് വല്ലാത്ത അതിശയം തോന്നി. തിരിഞ്ഞ അയാളിലേക്ക് മിഴികൾ പാഞ്ഞൊടിയിൽ അയാൾ അന്നയുടെ അരികിലേക്ക് എത്തിയിരുന്നു. തോളിലേക്ക് കൈയിട്ട് എന്തോ അവകാശം പോലെ തന്നിലേക്ക് ചേർത്ത് നിർത്തിയവൻ മുന്നിലേക്ക് കയറി. അന്നയുടെ മിഴികൾ അത്ഭുതത്തോടെ അവന്റെ കൈവിരൽ തുമ്പിൽ തന്നെ പതിഞ്ഞു കിടന്നു. സീനിയേഴ്സിന് മുന്നിലായി അന്നയും കൊണ്ടുവന്ന് നിന്നയാൾ തന്നെ കണ്ട് ഭയത്തോടെ ചിതറി നിൽക്കുന്ന ദിയയിലേക്ക് അയാൾ രൂക്ഷമായി നോക്കി. ശ്രീ, ഞാൻ. അവൾ അറച്ചുകൊണ്ട് പറയും മുന്നേ അടുത്ത നിമിഷം അയാളുടെ വലം കൈ വായുവിലൂടെ പടർന്ന് അവളുടെ കവിളിലേക്ക് ആഞ്ഞു പതിയുന്നത് അന്ന ഞെട്ടിലോടെ നോക്കി നിന്നു. മിണ്ടിപ്പോകരുത്. ദിയക്ക് നേരെ അവന്റെ വിരലുകൾ രൂക്ഷമായി ഉയർന്നു. നീയൊക്കെ ഒരു പെണ്ണാണൊടി, ഇത്രക്ക് ഈ പാവത്തിനെ ദ്രോഹിക്കാൻ? പറയുന്നതിനോടൊപ്പം തന്നിലേക്ക് ചേർത്ത് പിടിച്ച് അവന്റെ ഉള്ളങ്ക്. ആദ്രമായി അന്ന അതിലേക്കൊന്ന് നോക്കി. സങ്കടമാണോ സന്തോഷമാണോന്ന് അറിയില്ല. ഉള്ളിൽ നോവ് തട്ടി ഉമിനീര് തൊണ്ടയിൽ കുടുങ്ങി കിടക്കുന്ന പോലെ. വല്ലാത്തൊരു അത്ഭുതത്തോടെ അന്ന അയലിലേക്കും വിഴിതട്ട് നിന്നുപോയി. അല്ല, എപ്പോഴാ എന്റെ പൊന്നുമോൾ സീനിയേഴ്സ് ഗ്രൂപ്പിന്റെ ഗുണ്ടാത്തലവിയായത്? പറയടി, പറയാൻ. ശ്രീ, അത് ഞാൻ വെറുതെ ജസ്റ്റ് ഒരു ഫണ്ണിന്. ദേ, എന്റെ കൈയിന്റെ ചൂട് മാത്രമേ നീ പറഞ്ഞിട്ടുള്ളൂ. ഇനി കിടന്ന് നീ ചെലച്ച ശ്രീരാഗിന്റെ താനിക്കോണം കൂടി നീ അറിയും. ദിയയുടെ മുഖം കണ്ണീരോടെ താഴ്ന്നു പോയി. അവിടുന്ന് ഉയർന്നു പൊന്തി അഗ്നി ചെന്നുന്ന മേഘകളോടെ അന്നയെ നോക്കി. അന്നയുടെ നെഞ്ചിലേക്ക് ഒരു തീ വന്ന് വീണ പോലെ. ഭയം തികട്ടി വന്നതും ഒന്നുകൂടി അയാളിലേക്ക് അവൾ കുറുകി ഒതുങ്ങി നിന്നു. അറിയാതെ എവിടേക്കോ ഒരു സംരക്ഷണം ആ കൈവിരൽ തുമ്പിൽ അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. നിന്നോടൊക്കെ മുൻപേ ഞാൻ പറഞ്ഞതാ ഈ റാഗിംഗ് പരിപാടിയൊക്കെ നിർത്തിക്കൊള്ളാൻ. വെറുതെ റാഗിങ്ങിന്റെ പേരിൽ ഈ പാവം പിള്ളേരെ ഹരാസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് സന്തോഷം കിട്ടാനാ? ഇല്ലടിയ, ഞങ്ങള് ചുമ്മാ ആ കോച്ചിനെ വേദനിച്ചിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ അളി തന്നെ ചോദിച്ചു നോക്ക്. വേണ്ട. അവൻ ഒച്ച കെട്ടിയതും ഒന്ന് പിടഞ്ഞു പോയി അന്ന.
എന്തിനാ ഞാൻ ചോദിക്കുന്നത്? എല്ലാം ഞാൻ കണ്ടതല്ലേ. എടാ, വേദനിപ്പിക്കണമെങ്കിൽ ശരീരം തന്നെ നോവണമെന്നില്ല. മനസ്സിൽ പറ്റുന്ന മുറിവുകൾ തന്നെ ധാരാളം. നീ ആ പെൺകുട്ടിയുടെ മുഖത്തേക്കൊന്ന് നോക്ക്. എതിരെ നിന്ന ആൺകുട്ടി പിന്നെ മിണ്ടിയില്ല. ചെറിയ നിരാശയോടെ അവൻ അന്നയെ മെല്ലെ നോക്കി. എന്തിനടാ ഒരുപാട് മോഹങ്ങളും സ്വപ്നങ്ങളുമായി ആദ്യമായിട്ട് ഈ കലാലയത്തിന്റെ പടി ചവിട്ടുന്നതായി പാവങ്ങളിൽ. അതിന്റെയൊക്കെ മനസ്സിനെ എന്തിനാണ് അങ്ങനെ വെറുതെ വേർപ്പിക്കുന്നേ? ഇനി വല്ലതും ചോദിക്കാനോ പറയാനാണെങ്കിൽ നാളെ ഫംഗ്ഷൻ നടക്കുമ്പോ അവിടെ വെച്ച് ചോദിച്ചാൽ മതി. കേട്ടല്ലോ? എല്ലാവരെയും പരിചയപ്പെടാൻ കൂടി വേണ്ടിയാ ഇവർക്ക് മാത്രമായി നാളെ ആ പ്രോഗ്രാം വെക്കുന്നേ. അല്ലാതെ നിങ്ങൾക്ക് ഇവിടെ ഒറ്റയ്ക്ക് കയറി ആളാവാനല്ല. ഇനി ഇങ്ങനെ എന്തെങ്കിലും ഞാൻ കണ്ടോ? ശ്രീരാഗ് ദിയക്ക് നേരെ അമർഷത്തോടെ വിരൽ ചൂണ്ടി കൂർപ്പിച്ചു. അപ്പോഴും ദിയയുടെ നോട്ടം അന്നയ്ക്ക് നേരെ മാത്രമായിരുന്നു. ശ്രീ നേരെ തിരിഞ്ഞ് അന്നയിലേക്ക് നോക്കി. അവൾ നിഷ്കളങ്കമായി അവരിൽ ചാരി നിൽക്കുകയാണ്. ശ്രീ പതിയെ പുഞ്ചിരിച്ചു. ഓട്ടെ, സാരല്ലോ, അവർ ചെയ്തതിന് ഞാൻ സോറി പറയുന്നു. അന്ന ചിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തോ കഴിയുന്നില്ല. എങ്കിലും ചുണ്ടു കോണിച്ച് അവൾ തലചരിച്ച് കാട്ടി. മുഖത്ത് പടർന്ന മെഴുനീരിന്റെ അമർത്തി തൊട്ട് ശാന്തമായി അവനെ നോക്കി. ഏതാ ക്ലാസ്? BA മലയാളം. ഇടറിയ ശബ്ദത്തോടെ അവൾ പതിയെ മറുപടി നൽകി. ഫസ്റ്റ് ഫ്ലോറിലെ 3ാമത്തെ ക്ലാസ്സാ. താൻ പൊക്കോ. അവൻ ചിരിയോട് അരുമയെ അവളുടെ വീർത്ത കവിളിലൊന്നും തട്ടിവിട്ടു. വിരൽ തുമ്പിലെ കരുതലോടെ നിമിഷം കൺപീലിയിൽ വിഴുനീർക്കണങ്ങൾ എങ്ങോട്ടോ മാഞ്ഞു പോയെന്ന് അവൾക്ക് തോന്നി. അവൾ പതിയെ തിരിഞ്ഞു നടന്നു. മനസ്സിലൊരു പെരുമഴ പെയ്തു തോർന്ന അവസ്ഥയാണ്. ഇത്ര നാളും അനുഭവിച്ച വേദനകൾ ഒരു നിമിഷം കൊണ്ട് മഞ്ഞുകെട്ടയായി അലിഞ്ഞു പോയ പോലെ. ഉള്ളിൽ അത്രമേൽ ആശ്വാസത്തിന്റെ ഇളം തെന്നൽ വീശുന്നുണ്ടായിരുന്നു. ഇന്നും വേദനയോടെ വീട്ടിൽ പോകേണ്ടി വരുമെന്ന് കരുതിയതാണ്. പക്ഷേ അയാൾ ദേവദൂതനെ പോലെ മുന്നിൽ വന്നപ്പോൾ ഒരുപാട് നാളിന് ശേഷമാ മനുഷ്യത്വമുള്ളൊരു ജീവനെ കാണുന്നേ. അയാൾ വരാൻ ഇച്ചിരി കൂടി വൈകിരുന്നെങ്കിൽ ഞാൻ വീണ് പോയേനെ. അത്രത്തോളം അവനെന്നെ കളിയാക്കിയിട്ടുണ്ട്. ചിന്തയിലൂടെ അന്നയുടെ മിഴികൾ എന്തെന്നില്ലാതെ ഉരുണ്ട് കളിച്ചു. ആരാണാവോ ആ മനുഷ്യൻ? പേര് മാത്രം അറിയാം. ശ്രീരാഗ്. നല്ല പേര്. സീനിയർ ആയിക്കല്ലേ. അവൾ കാലുകൾ ചലിക്കുന്നത് കൂടി അറിയുന്നുണ്ടായിരുന്നില്ല. മെല്ലെ നടന്ന് മുന്നോട്ട് നീങ്ങി. ക്ലാസ് റൂമിലെത്തിയത് മുകളിലെ കുഞ്ഞു ബോർഡിൽ ഒന്ന് കണ്ണോടിച്ചു. BA മലയാളം. അന്നകത്തേക്ക് നടന്നു. കുട്ടികൾ അധികം വന്നു തുടങ്ങിയിട്ടില്ല. നന്നായി. ഇഷ്ടമുള്ളൊരു സീറ്റ് പിടിക്കാലോ. 1-2 പേര് നിരന്ന ബെഞ്ചിൽ അവിടെ എവിടെയായി ഇരിപ്പുണ്ട്. അന്ന അവരിലേക്ക് നോട്ടം മാത്രം നൽകി ഏറ്റവും പിന്നിലെ ജനാൽക്കരികിലുള്ള സീറ്റിൽ ഒതുങ്ങിയിരുന്നു. തന്നെ ആരും കൂടെ കൂട്ടില്ലെന്ന് അറിയാം. കൂട്ടിയാലും കളിയാക്കാൻ വേണ്ടി മാത്രമാണ് ആ സൗഹൃദം. അല്ല, അതാണല്ലോ എല്ലാവർക്കും ഇഷ്ടം. അവർക്കൊക്കെ ചിരിച്ചാ മതിയല്ലോ. വേദനിക്കുന്നവരെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ലല്ലോ. മനസ്സിൽ പിന്നിട്ട് ഓർമ്മകളുടെ കുത്തൊഴുക്കാണ്. ആൻമരി എന്ന പേര് പോലും ചില നേരം മറന്നു പോകാറുണ്ട്. അല്ല, അങ്ങനെ വിളിക്കുന്നത് കുറവാണല്ലോ. വീപ്പക്കുറ്റി, അതാ സ്ഥായി നാമം. ഇപ്പതാ ആനമറിയും. അവൾ ബാഗിനെ മടിയിലേക്ക് ചേർത്ത് സാന്റാബമ്മയിലേക്ക് വിരലോടിച്ചു. എന്തിനാ പപ്പ എനിക്ക് ആൻമരി എന്ന് പേരിട്ടത്? പപ്പക്ക് ഒരുപാട് ഇഷ്ടമുള്ള പേരാണെന്ന് വല്യമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഇതേ നോക്കിയേ, അന്നെ ആരും ആ പേര് വിളിക്കുന്നില്ല. എന്റെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ അന്നെ എല്ലാരും കൂടി കളിയാക്കുമായിരുന്നോ? എല്ലാത്തിനും എന്റെ പപ്പ കല്ലിപ്പിച്ച് ഓടിക്കില്ലായിരുന്നോ? ബൊമ്മക്കുട്ടിയെ നെഞ്ചോട് ചേർത്തപ്പോഴാണ് ജനൽക്കരികിൽ താഴെ ശ്രീരാഗിന്റെ ചിരിയുടെ ശബ്ദം കേൾക്കുന്നത്. അന്നയുടെ മിഴികൾ അറിയാതെ അവിടേക്ക് നീണ്ടു. കൂട്ടുകാരുടെ ഇടയിൽ നിന്നും വാവിട്ട് ചിരിക്കുകയാണ് കക്ഷി. എന്തൊരു ഭംഗിയാ ചിരി കാണാൻ. കട്ട താടിക്കും മീശക്കടിയിൽ ആരും നോക്കി നിന്ന് പോകുന്ന മുഖം. ആദ്യമായ ഇങ്ങനെ ഒരാളെ കാണുന്നേ. കൂട്ടം കൂടി നിന്നിട്ടുള്ള എല്ലാവരും തന്നെ കളിയാക്കുമ്പോ ഇന്നേ വരെ ഒരാള് പോലും തന്നെ ഒട്ട് സഹതപിച്ചിട്ടില്ല. ഒരിക്കൽ പോലും തനിക്ക് വേണ്ടി സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോ സ്വന്തം കൂടപ്പർ പോലും തരാത്ത പരിഗണന. അലന്റെ മുഖം തെളിഞ്ഞ നേരം അവളുടെ മിഴികൾ അറിയാതെ നിറഞ്ഞു വന്നിരുന്നു. അവരിൽ നോട്ടം അറിയാതെ ദിമുകൾ താണ്ടി ഒഴുകിയതും ഹായ് ഹലോ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലൊരാള്. റെഡ് മിനി സ്കോട്ടും ബാക്ക് ടോപ്പും അലക്ഷ്യമായി വിരിച്ചിട്ട മുടിയിഴകളുമായി ഒരു പെൺകുട്ടി. അന്നത്തെ എല്ലാവരും ഞെട്ടലോട് അവളെ നോക്കി. ഹായ്, ഐ ആം ശ്രീലക്ഷ്മി പത്മനാഭൻ. എല്ലാരും ലച്ചൊന്ന് വിളിക്കും.